ഹലോ, അപ്പോൾ ഇന്ന് കുറേ നാളുകൾക്ക് ശേഷമുള്ള ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു ചായയിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനൊരു കപ്പ് ചായ എടുത്ത് കുടിച്ചിട്ടുണ്ടേ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ കപ്പ ബിരിയാണി ഉണ്ടാക്കാനുള്ള പ്ലാനിലാട്ടോ. ഇവിടെ ബീഫ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കപ്പ ഇവിടെ റെഡി ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ബീഫ് കിടന്ന് വേവുന്നുണ്ട്, ഇവിടെ മോച്ച് കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. മോച്ച് മാത്രമല്ല, അന്നമോള് നല്ല ഉറക്കത്തിലാണ്. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ സൂര്യൻ ഉമ്മ വെച്ചുകൊണ്ടിരിക്കുന്നു അന്നമോളെ. പിന്നെ കുറച്ചു നേരം വീഡിയോ ഒക്കെ എടുത്തു. എന്തായാലും ഞാൻ പോയി കുളിക്കട്ടെ, ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. അങ്ങനെ ഒരു കാക്കക്കുളിയൊക്കെ ഞാൻ പാസ്സാക്കിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ദൈവമേ, തല കുളിക്കാത്ത എന്താണെന്ന് നിങ്ങൾ ചോദിക്കരുത്. ഞാൻ തല 2 ദിവസം കൂടുമ്പോഴൊക്കെ കേട്ടോ കുളിക്കുന്നത്. അങ്ങനെ ഞാൻ സീറോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ചതാണ്, വലിയ കാര്യമായിട്ട് പറയണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ലാക്മേയുടെ ആണ്. ഞാനിപ്പോൾ എല്ലാം ഇപ്രാവശ്യം പോയപ്പോൾ എല്ലാം വാങ്ങിച്ചത് ലാക്മേയുടെ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നേരത്തെ സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് പ്രശ്നമൊന്നുമില്ലാത്ത ഒരു ബ്രാൻഡ് ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും അത് തന്നെ ചൂസ് ചെയ്ത് കേട്ടോ. അപ്പോൾ സിറമൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണെങ്കിൽ ഞാൻ രാവിലെ യൂസ് ചെയ്യാൻ വേണ്ടി ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ നൈറ്റ് ക്രീമും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, അറിയൊന്നുമില്ല. അപ്പം ഞാൻ അതും ഒന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു സൺസ്ക്രീൻ. ഈ സൺസ്ക്രീൻ ഞാൻ പുതിയതായിട്ട് യൂസ് ചെയ്യുന്ന കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് യൂസ് ചെയ്തേക്കുന്നത് സെയിം ബ്രാൻഡിൻ്റെ തന്നെ, പക്ഷേ ഇങ്ങനെയൊന്നുമല്ല കേട്ടോ. അതിൻ്റെ ആ ഒരു ബോട്ടിലിരിക്കുന്നതൊന്നും ഇതേ ടൈപ്പ് ഒന്നല്ല, ആപ്ലിക്കേറ്റർ ഒന്നും ഇങ്ങനെയല്ല കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ പുതിയതാണ്. ഇത് ഇടുമ്പോൾ തന്നെ മുഖത്തൊരു ഗ്ലോ ഒക്കെ കാണുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ തന്നെ ഒരു ബോഡി ലോഷനാണ് ഞാൻ എടുത്തേക്കണത്. ഞാൻ ഇതല്ല യൂസ് ചെയ്യാറ് ബോഡി ലോഷൻ. അപ്പം ഞാനിതെല്ലാം കൂടി മാറ്റിയപ്പോൾ ബോഡി ലോഷനായിട്ട് ഇനി വേറെ ബ്രാൻഡിൻ്റെ ആക്കണ്ട, ഇതന്നെ ആയിക്കോട്ടെ, അപ്പോൾ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൻ്റെ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ലിപ് ബാമും ലാക്മേയുടെ തന്നെയാണ്. അപ്പോൾ ലിപ് ബാം ഇല്ലാണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ 2-3 ലിപ് ബാം യൂസ് ചെയ്തിട്ട് എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ. കാരണം എൻ്റെ ലിപ്സൊക്കെ ഡ്രൈ ആയി പോണു, അങ്ങനെ കുറേ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ ആദ്യമായിട്ട് യൂസ് ചെയ്യണതാണ്. അതിനുശേഷം ഒരു പെർഫ്യൂമും കൂടി അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഈവനിങ് വ്ളോഗല്ലേ, അപ്പോൾ പ്രകൃതി ഭംഗി ആസ്വദിക്കാമെന്ന് വിചാരിച്ച് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ വെറുതെ ഒന്ന് വിളിച്ചപ്പോഴേക്കും പൂച്ചക്കുഞ്ഞുങ്ങൾ ഓടി വന്നിട്ടുണ്ട് കേട്ടോ. ഇവരെ നോക്കണതൊക്കെ നമ്മൾ തന്നെയാണ്, ഫുഡൊക്കെ കൊടുക്കുന്നത് നമ്മൾ തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ കാന്താരി മുളക് നല്ല പഴുത്ത് നിൽക്കുന്ന കണ്ടു. ഇതെന്തായാലും ഇനി പറിക്കാൻ പറ്റില്ല, വിത്തിനെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഇതിൻ്റെ പേരെന്താ, ശവന്നാറിപ്പൂ. ഞങ്ങളുടെ ഇവിടേക്ക് ഇതിന് ശവന്നാറിപ്പൂ എന്നാട്ടോ വിളിക്കണേ. എൻ്റെ ദൈവം, എന്നെ ആരും പൊങ്കാല ഇടരുത്, ഇവിടെയൊക്കെ അങ്ങനെയാണ് വിളിക്കണേ. ഇത്രയും ഭംഗിയുള്ള പൂവിന് ഇത്രയും വൃത്തിയിട്ട പേരിട്ടത് ആരാന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഇവിടെയൊക്കെ ഇങ്ങനെയാണ് ഇതിനറിയപ്പെടുന്നത്. അത് കഴിഞ്ഞപ്പോൾ അടയ്ക്ക വറുക്കാനുണ്ടായിരുന്നു കേട്ടോ. ഇത് പറക്കിയില്ലെങ്കിൽ അമ്മ ചിലപ്പോൾ എന്നെ ഇവിടെ നിന്ന് പുറത്താക്കും. അതുകൊണ്ട് എല്ലാ ദിവസവും ഇത് പറക്കി ഇങ്ങനെ ഇടണം. ഇത് കുറേ ഉണ്ടായിരുന്നു, ഒക്കെ മുകളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വീഴുന്നതൊക്കെ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇടാറാട്ട പതിവ്. പല വീഡിയോസിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം ചെടികളോടൊക്കെ കിന്നാരം പറഞ്ഞിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേരം മുറ്റത്തൊക്കെ ഇങ്ങനെ വായി നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം. വലിയ മുറ്റവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇവിടെ നിന്ന് ആകെ ഇത്ര മുറ്റമുള്ളൂ. ഇവിടെ നോക്കിയാൽ നേരെ റോഡാണ്. 2 പിള്ളേരും കൂടി ഒട്ടുക്കാത്ത തല്ലായി കഴിഞ്ഞപ്പോൾ അമ്മ ഐറ്റിങ്ങളെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ കുറച്ച് വിറകെടുത്ത് വെക്കാനുണ്ടായിരുന്നു. പിന്നെ കരിയിലൊക്കെ ഇങ്ങനെ അടിച്ചു വാരി കളയാണ്ടായിരുന്നു കേട്ടോ. ഇവരിങ്ങനെ നടക്കണിട്ട് നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. ഇവിടെ അങ്ങനെ വണ്ടികളൊന്നും വരാത്ത സ്ഥലമാണ്, സേഫാണ്. പിള്ളേരിപ്പോൾ ഇറങ്ങി നടന്നാലും ഇവർക്ക് വണ്ടിയൊക്കെ പേടിയാവുമ്പോൾ ഇവർ വണ്ടി കണ്ടാൽ ഓടിക്കയറിക്കോളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ കപ്പ ബിരിയാണി കൈ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ദൈവമേ, എനിക്ക് വൈകിട്ട് ഇങ്ങനെ നോക്കി നിന്നപ്പോഴേ എനിക്ക് കൊതിയാവണം. അതിൻ്റെ മുകളിൽ ഡെക്കറേഷന് വേണ്ടി ഞാൻ കുറച്ച് സവാളയൊക്കെ വാരി വിതറിയിട്ടുണ്ട്. 2 ആഴ്ചയായി ഞാൻ ഈ സാധനം ഒന്ന് കഴിച്ചിട്ട്. അങ്ങനെ ഞാൻ ആദ്യത്തെ കഴിക്കാൻ പോവാണ്. കർത്താവേ, എന്ത് ടേസ്റ്റ് ആയിരുന്നു എന്നറിയോ. സാധാരണ അമ്മ ഉണ്ടാക്കുമ്പോൾ ചില ദിവസങ്ങളിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റൊക്കെ മാറിപ്പോവാറുണ്ട് കേട്ടോ. പക്ഷെ ഇന്ന് കറക്റ്റ് ടേസ്റ്റ് കിട്ടി. 2 ആഴ്ച കൂടി ഉണ്ടാക്കിയതിൻ്റെ ആണെന്ന് തോന്നുന്നു. അതിൻ്റെ എല്ലാം നികത്തിക്കൊണ്ടുള്ളൊരു ടേസ്റ്റ് ഇന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാ ദിവസവും ഒരേപോലെ ആയിരിക്കില്ലല്ലോ.
കപ്പ വാങ്ങിക്കുമ്പോഴും പിന്നെ എല്ലാ ദിവസവും കിട്ടുന്ന കപ്പ തന്നെ ആവണമെന്നില്ലല്ലോ. അതേപോലെ തന്നെ ബീഫിലും വ്യത്യാസമൊക്കെ ഉണ്ടാവും. ചിലത് നെയ്യ് കൂടുതലായിരിക്കും, ചിലതിൽ അങ്ങനെ കുറേ മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ. അതിനനുസരിച്ച് ഒരു ടേസ്റ്റ് വ്യത്യാസമൊക്കെ മിക്കപ്പോഴും ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇന്നത്തെ സാധനം ഒരു സ്വയംഭം സാധനമായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സാധാരണ ഞാൻ ഇത്ര എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പകുതിയേ കഴിക്കുള്ളൂ. പകുതി അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ അവിടെ മാറ്റി വയ്ക്കും, ചേട്ടനോ ആരെങ്കിലും കഴിക്കും കേട്ടോ. ഇതിപ്പോൾ പിള്ളേരും കഴിച്ചു. അതിന് മാത്രം ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അന്നാമ്മയ്ക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായേ. അങ്ങനെ പിള്ളേരുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് അവർ ദേ ഇവിടെ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അന്നമോൾ കുഞ്ഞായിരിക്കുമ്പോൾ ഗിഫ്റ്റ് ചെയ്തതാണ്. ഇത് കുറേ നാളായിട്ട് ഞാൻ ഒളിപ്പിച്ച് വെച്ചേക്കായിരുന്നു. അതുകൊണ്ട് ഇതിപ്പോൾ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ പൊടി പോലും കാണാൻ പറ്റില്ലായിരുന്നു. കുറേ നാളത്തിൽ കാണാത്തൊരു സാധനം കാണുമ്പോൾ ഉള്ളൊരു സന്തോഷമില്ലേ, അതാട്ടോ ദേ ഇപ്പോൾ ഇവരുടെ മുഖത്തിൽ കണ്ടുകൊണ്ടിരിക്കണത്. പെട്ടെന്ന് ഹാളിലേക്ക് വന്നപ്പോൾ അപ്പനും ചേട്ടനിരുന്ന് ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കുറച്ച് നേരം ഞാനും ഇരുന്ന് കണ്ടു. അതിനുശേഷം ഞാൻ പതിയെ അവിടെ നിന്ന് എഴുന്നേറ്റ് റൂമിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം അങ്കമാലി പോയിപ്പോൾ ഞാൻ 4 പുസ്തകം വാങ്ങിച്ചു എന്ന് പറഞ്ഞില്ലേ, അതിലൊരു പുസ്തകം കേട്ടോ ഞാൻ ഇന്ന് വായിക്കാൻ എടുത്തേക്കണത്. അവിടെയാണെങ്കിൽ എല്ലാവരും ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരിക്കുന്നു, പിള്ളേരാണെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ ഇരിക്കുന്ന ഒരു അന്തരീക്ഷം കണ്ടപ്പോൾ ഞാൻ പതുക്കെ റൂമിലേക്ക് വന്നതാണ്. അതിൽ നിന്ന് ആതിര പുഷ്പരാജൻ്റെ സ്നേഹദൂതൻ എന്ന പുസ്തകമാണ് ഞാൻ വായിക്കാനെടുത്തത്. എനിക്ക് വായിക്കാനിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കണം കേട്ടോ. എനിക്ക് ഇങ്ങനെയൊക്കെ ഇരുന്നാലാണ് ഒരു എന്താ പറയുക സന്തോഷം കിട്ടുള്ളൂ. അല്ലാതെ എനിക്കിങ്ങനെ ചുമ്മാ അടങ്ങി ഒതുങ്ങി ഒന്നും ഇരുന്ന് വായിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. ഞാൻ ചിലപ്പോൾ ഇരുന്ന് വായിക്കും, കിടന്ന് വായിക്കും. എനിക്ക് അറിഞ്ഞൂടാ ഞാൻ എങ്ങനെയാണ് വായിക്കുന്നതെന്ന്. വായനയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു ഇതൊന്നുമില്ലല്ലോ. നമുക്ക് എങ്ങനെയാണ് കംഫർട്ടബിൾ അതിനനുസരിച്ച് വായിക്കണം എന്നാണല്ലോ. കപ്പ ബിരിയാണി കഴിച്ച് വയറ് നിറഞ്ഞുകൊണ്ട് തന്നെ ഇനി ചോറ് കഴിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടും ഞാൻ ഫ്രൂട്ട്സ് കഴിച്ച് എൻ്റെ പരിപാടി നിർത്താമെന്ന് ഞാൻ വിചാരിച്ചു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങണ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റില്ല. ഇത് പൊളിച്ചിരുന്നാട്ടോ ഞാൻ കഴിക്കണത്. കാരണം പിള്ളേർക്ക് ഇതിൽ 2-3 ഫ്രൂട്ട്സൊക്കെ അലർജി ചെയ്തുകൊണ്ട് അവരെ കാണിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് വേറെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്താണ് കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.